ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഏമേൻ ഹാലേലൂയ ഉപഭവങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഏമേൻ ഹാലേലൂയ. ഒന്ന് ലൂക്കോസിന്റെ 11:5-13 വരെ അർദ്ധരാത്രിക്ക് ഒരു വ്യക്തി തന്റെ കൂട്ടുകാരന്റെ ഭവനത്തിൽ ചെന്ന് 3 ഏമേൻ അപ്പത്തിനു വേണ്ടി ചോദിക്കുന്നു. വീണ്ടും ലൂക്കോസ് 18:1-8 വരെ നമുക്ക് കാണാം. ഒരു വിധവയായ മകള് ഒരു അനീതി പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപതിയുടെ അടുത്ത് ചെന്ന് അവൾക്ക് വേണ്ടി നീതി യാചിക്കുന്നു. വീണ്ടും ലൂക്കോസിന്റെ 11-13 വരെ കർത്താവ് ചോദിക്കുകയാണ് ഏമേൻ ഹാലേലൂയ. ഒരു അപ്പൻ തന്റെ മകന്റെ അടുത്ത് ചെന്ന് ഒരു മകൻ അപ്പന്റെ അടുത്ത് ചെന്ന് ഏമൻ മീൻ ചോദിച്ചാൽ അപ്പൻ പാമ്പിനെ കൊടുക്കുമോ എന്ന്. ഏമൻ വീണ്ടും ലൂക്കോസിന്റെ 18:11-14 വരെ നമുക്ക് കാണാം. ഏമൻ ഹാലേലൂയ. ഒരു ഫരിശയനും ഒരു ചുങ്കക്കാരനും ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഏമൻ ഹാലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യ 3 ഉപഭവങ്ങളിൽ ഏമൻ ഹാലേലൂയ നൽകുന്ന ആ യാചന നൽകുന്ന 3 വ്യക്തികളെ കാണാം. ഒന്ന് ഏമൻ ഹാലേലൂയ അപ്പം ചോദിക്കുമ്പോൾ ഏമൻ ഹാലേലൂയ ഏമൻ കുറെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഏമൻ മടുത്ത് ഏമൻ വലിയ ഉത്സാഹമില്ലാതെ ഏമൻ തന്റെ കൂട്ടുകാരൻ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാം. വീണ്ടും രണ്ടാമത്തെ ഉപമയിൽ ഏമൻ വീണ്ടും ആ മകൾ പോയത് കൊണ്ട് മടുത്തിട്ട് ന്യായം വഴങ്ങുന്ന ഒരു ന്യായാധിപതിയെ കാണാം. ഏമൻ വീണ്ടും ഏമൻ ഹാലേലൂയ മകൻ ചെന്ന് ഏമൻ ലോകപ്രഹാരം ഏമൻ ഭാവിയായ ഒരു അപ്പനെടുത്ത് ചോദിക്കുമ്പോൾ അവിടെ മകന്റെ ആവശ്യം നൽകുന്ന ഒരു അപ്പനെ കാണാം. ഇവരെ 3 പേരെയും ഏമൻ ഹാലേലൂയ കർത്താവിന്റെ സ്വഭാവം കൊണ്ട് ഒന്ന് കമ്പയർ ചെയ്തേ ഏമൻ ഹാലേലൂയ. ആദ്യം കണ്ടത് ഏമൻ ഹാലേലൂയ വലിയ ഉത്സാഹമില്ലാതെ ഏമൻ ആ വ്യക്തി വീണ്ടും ചോദിച്ചത് കൊണ്ട് ഏമൻ ഹാലേലൂയ ഓരോരോ കാരണം പറഞ്ഞിട്ട് വന്ന് കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാം. എങ്കിലും വചനം പറയുന്നു ഏമൻ കർത്താവ് നമ്മളെ കൂട്ടുകാരെന്ന് വിളിക്കുന്നു. ഏമൻ ഹാലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്നു, ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഏമൻ ഹാലേലൂയ. ഈ ലോകത്ത് ആര് നമ്മളെ കൈവിട്ടാലും ആർക്ക് നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിലും എപ്പോഴും 24 മണിക്കൂറും എല്ലാ നിമിഷവും ഏമൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ. ഏമൻ ഹാലേലൂയ. വീണ്ടും നമുക്ക് കാണാം ഒരു മകൻ അപ്പന്റെ അടുത്ത് ചെല്ലുന്നു. ഏമൻ ഭാവിയായ ഒരു അപ്പനാണ് എങ്കിലും വചനം പറയുന്നു സങ്കീർത്തനം 103 ഏമൻ നമ്മളോട് കരുണയുള്ള ഒരു അപ്പനാണ് നമ്മുടെ കർത്താവ്. പാവമില്ലാത്ത ഏമൻ ഹാലേലൂയ ദൈവമാണ്. ഏമൻ ഹാലേലൂയ നമ്മുടെ കർത്താവ്. ഏമൻ ഹാലേലൂയ നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ നമുക്ക് വേണ്ടി കരുതുന്നവൻ. ഏമൻ മത്തായി സുവിശേഷത്തിലൊക്കെ കാണാം സ്വർഗീയ പിതാവ് നമുക്കുണ്ടെന്ന്. ഏമൻ ഹാലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ ഓർത്ത് ദുഃഖിക്കേണ്ട വേദനിക്കേണ്ടതാണെന്ന് വചനം പറയുന്നുണ്ട്. ഏമൻ ഹാലേലൂയ.